ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ത്രെഡ്സ് പ്രൊഫൈൽ എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം നിങ്ങളുടെ ത്രെഡ്സ് പ്രൊഫൈൽ വേറൊരാളോട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് പ്രൊഫൈൽ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ എന്തായിരിക്കും. ഇവിടെ നമുക്ക് ഷെയർ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇതിൽ നമുക്ക് വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഒരു എക്സാമ്പിളിന് ഞാൻ വാട്സപ്പ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുകയാണ്. വാട്സപ്പ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആർക്കാണോ ഈ ഒരു പ്രൊഫൈൽ ഷെയർ ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ആ ഒരു ത്രെഡ്സ് പ്രൊഫൈൽ ഷെയർ ആവുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഈ ഒരു പ്രൊഫൈൽ ഇപ്പോൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ത്രെഡ്സ് ആപ്ലിക്കേഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫോളോ ആൻഡ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇതുവഴി നമുക്ക് ആരെയും ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളിന് ഇവിടുന്ന് വാട്സപ്പ് സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ മെസ്സഞ്ചറോ ഏത് വേണമെന്നെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പോലെ വാട്സപ്പിൽ ഒരു കോൺടാക്ട് സെലക്ട് ചെയ്തു. ആ ഒരു കോൺടാക്റ്റിന് ഈ ഒരു പ്രൊഫൈൽ സെൻഡ് ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ ത്രെഡ്സ് പ്രൊഫൈൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.